ഹായ് മച്ചന്മാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നു മച്ചന്മാരെ, റൂമിലിരുന്ന് മടുത്തപ്പോൾ ഞാൻ മാർക്കറ്റ് അന്വേഷിച്ച് തുടങ്ങി. എന്ത് മാർക്കറ്റ് എന്നല്ല, ഡ്രസ് മെറ്റീരിയൽസ് ചീപ്പായി കിട്ടുന്ന മാർക്കറ്റ് എവിടെ എന്നാണ് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. കൈലാസപാളയം വഴി നേരെ വിക്ടോറിയ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴി ഞാൻ ചിക്പേട്ടയിലേക്ക് നടന്നു. വഴിയോര കച്ചവടക്കാരെയെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. അവരോടെല്ലാം കുശലം പറഞ്ഞു നടന്നു. ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ വീഡിയോ എടുക്കരുതെന്നും എൻ്റെ അടുത്ത് അവർ പറഞ്ഞു. ഞാൻ അത് കേട്ടില്ല. ഞാൻ ശകലം കവർ ചെയ്യാൻ തുടങ്ങി. വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കും. എന്നാലും ഞാൻ വീഡിയോ എടുത്തു. അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറയുകയാണ്, ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞ് ചെപ്പേണ്ടി നീ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വീഡിയോ എടുത്തു. അവൻ നമ്മൾക്ക് കേട്ട് റോൾ എടുക്കാൻ നോക്കുന്നു. ഞാനതൊന്ന് വിട്ടുകൊടുത്തിട്ട് ഞാൻ തിരിച്ച് സംസാരിച്ചു എനിക്കറിയാവുന്നുള്ള ഭാഷയിൽ. അതുപോട്ടെ, ഇതാണ് അവന്യൂ മാർക്കറ്റ്. എൻ്റെ പൊന്നു മച്ചന്മാരെ, ഓഗസ്റ്റ് 15-നാണ് ഞാനിവിടെ എത്തിയത്. എന്ത് ജനത്തിരക്കാണ് നിങ്ങൾ കാണുന്നില്ലേ. ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അതാണ് ഇത്രയും ഇവിടെ തിരക്ക്. പറയാമല്ലോ, ചീപ്പായിട്ട് കിട്ടുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ് മെറ്റീരിയൽസാണ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. നിങ്ങൾ മാർക്കറ്റ് എവിടെയെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് പോകുന്നേക്ക് നല്ല തുച്ഛമായ നിരക്കിൽ ഡ്രസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ നിന്നും 5 ടീഷർട്ട് 120 രൂപ വെച്ച് ഒരു ടീഷർട്ടിന് കൊടുത്ത് എൻ്റെ മോനും വാങ്ങി. 150 രൂപ വെച്ച് ഞാനൊരു 7 ടീഷർട്ടും ഞാനും വാങ്ങി. നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഡ്രസ് മെറ്റീരിയൽസ് തന്നെ. പിന്നെ എൻ്റെ മോൾക്ക് 2 ടീഷർട്ടും 3 ചപ്പലും ഞാൻ വഴിയോരത്തുനിന്ന് എന്നെ വാങ്ങി. വളരെ തുച്ഛമായ നിരക്കിൽ എനിക്ക് ഡ്രസ് മെറ്റീരിയൽസ് കിട്ടി. അത് കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് എൻ്റെ പൊണ്ടാട്ടിക്ക് ഡ്രസ് മെറ്റീരിയൽസ് ഞാൻ എടുത്തില്ല. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. എവിടെയാണ് സാരിക്കട എന്ന് അന്വേഷിച്ചു. അവളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സിൽക്കിൻ്റെ ഏതൊക്കെ പേരുകൾ പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ല. ഞാനൊരു സാരിക്കടയിൽ കയറി 4 സാരി വാങ്ങി. 2 പട്ടും 2 സിൽക്കും 3500 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ഞാൻ ഹാപ്പിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല എൻ്റെ സുഹൃത്തുക്കളെ.